നമസ്കാരം. ഇപ്പോൾ പെട്രോളിൻ്റെ വില ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൊച്ചിയിലെ ഒരു വില ഇന്നത്തെ വില വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 മെയ് 31 എന്ന ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 114 രൂപയാണ് പെട്രോളിന് 1 ലിറ്ററിന് ഇന്നത്തെ വില എന്ന് പറയുന്നത്. ഡീസലാകുമ്പോഴത്തേക്കും അതൊരു 103 രൂപയുടെ മുകളിലായി കഴിഞ്ഞു. CNG അത് അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ പലപ്പോഴും CNG വാഹനങ്ങൾ അണ്ടർ പവർ ആയിട്ടുള്ള വാഹനങ്ങളായിട്ട് പോലും അത്യാവശ്യം 30, 27, 28 കിലോമീറ്ററൊക്കെ 1 കിലോഗ്രാമിൽ ലഭിക്കുന്നത് കൊണ്ട് CNG വാഹനങ്ങൾ ആളുകൾ ഒരുപാട് മേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 90 രൂപയ്ക്ക് മുകളിലേക്ക് പെർ kgക്ക് CNGയുടെ വിലയായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനി ഒരു 3 രൂപയും കൂടെ പെട്രോളിന് തീർച്ചയായിട്ടും കൂട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ പെട്രോളിൻ്റെ വില കാര്യങ്ങളൊക്കെ നോർമലായി, അല്ലെന്നുണ്ടെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം കാര്യങ്ങളൊക്കെ മാറി എല്ലാം ക്ലിയർ ആയതിനു ശേഷം വീണ്ടും പെട്രോളിൻ്റെ വില കുറയ്ക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 4 രൂപയുടെ അടുത്തോ അല്ലെങ്കിൽ 2 രൂപയോ 3 രൂപയൊക്കെ കുറയ്ക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ പോലും 118 നിൽക്കുന്ന, അതായത് 3 രൂപ ഇനി കൂട്ടിക്കഴിഞ്ഞിട്ട് 118 വരുമ്പോൾ ഒരു 4 രൂപയോ 3.5 രൂപയൊക്കെ കുറച്ചാൽ പോലും ഒരു 115 രൂപയുടെ അടുത്ത് തീർച്ചയായിട്ടും പെട്രോളിൻ്റെ വില വന്ന് നിൽക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്നത്തെ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന വാഹനങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 17 കിലോമീറ്ററൊക്കെ ഒരു ആവറേജ് പെർ ലിറ്ററിന് അത്തരം വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്നും പെട്രോൾ കാറുകളിൽ ഒരു ലാഭകരമായിട്ടുള്ള ഒരു വാഹനമാണെന്ന് ഇനി കരുതാൻ കഴിയില്ല. CNGയുടെ കേസും അങ്ങനെ തന്നെയാണ്. ഡീസലിൻ്റെ കാര്യം തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് പൊല്യൂഷൻ നോംസ് ഒക്കെ കടുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ഒരു അവസരത്തിലാണ് ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ കാര്യമായിട്ട് ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. SUVയിലേക്ക് എല്ലാ ആളുകളും ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് കാറുകൾ എക്സ്പെഷ്യലി ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6,99,000 മുതൽ 9,99,000 വരെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ എൻട്രി ലെവൽ ഇലക്ട്രിക് കാറായിട്ടുള്ള ടാറ്റ ടിയാഗോയെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICE വേർഷനിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു വാഹനം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഇതൊരു ഇലക്ട്രിക് കാറ് ആണ് എന്നുള്ളത്. നമുക്കറിയാം ജനറേഷൻ 1 പ്ലാറ്റ്ഫോമിലാണ് ടാറ്റയുടെ ടിയാഗോ വരുന്നത്. നിലവിലുള്ള ICE വേർഷനിലെ സെയിം പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ട് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തുന്നില്ല. അതിനകത്തുള്ള സ്പേസ് മാനേജ്മെൻറ്റ്, അതിനകത്തുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു വാഹനം ഇലക്ട്രിക്കിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തത്. ഇപ്പോൾ വന്നിട്ടുള്ള വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ടുള്ള റീവർക്കുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ബാറ്ററി പാക്കിനെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്യത്തക്ക രീതിയിൽ കുറച്ചും കൂടെ റീഇൻഫോഴ്സ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ നല്ല രീതിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 24 kWh ബാറ്ററി പാക്കും 19.2 kWh ബാറ്ററി പാക്കും അതുപോലെ നിലനിർത്തി എന്നുള്ളതാണ്. ബാറ്ററി പാക്കിൽ ഒരു ഹൈപ്പ് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതുണ്ടായില്ല. അത് പഞ്ചിൻ്റെ കേസിൽ ഉണ്ടായെങ്കിൽ ഇവിടെ അതുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ 24 kWh ബാറ്ററി പാക്കിന് ലൈഫ് ടൈം വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് കസ്റ്റമറിനാണ്. ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ ഓണറിനാണ് അത് ലഭിക്കുക. നമ്മൾ വണ്ടി മേടിച്ചു 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് വിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓണറിന് ഒരിക്കലും ഈ ലൈഫ് ടൈം ബാറ്ററി പാക്ക് വാറണ്ടി തീർച്ചയായിട്ടും ലഭിക്കില്ല. അപ്പോൾ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ വാഹനം ഉപയോഗിച്ച് തീരുന്നിടത്തോളം അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് കളയുന്നിടത്തോളം എന്നുള്ളതല്ല. 15 വർഷം മാത്രമാണ് ഒരു വാഹനത്തിൻ്റെ ലൈഫ് എന്ന് പറയാതെ പറയുകയാണ് ടാറ്റ മോട്ടോഴ്സ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ വാഹന നിർമ്മാതാക്കളും ചെയ്യുന്നൊരു പരിപാടിയാണ് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള ഒരു സ്കീം, അതായത് ബാസ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം മേടിക്കാം. തീർച്ചയായിട്ടും 1 കിലോമീറ്റർ ഓടാനായിട്ട് 2 രൂപ 60 പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും 4,69,000 രൂപയ്ക്ക് ഈ ഒരു ഇലക്ട്രിക് കാറ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഈ 4,69,000 രൂപ എന്ന് പറയുന്നത് എക്സ് ഷോറൂം പ്രൈസാണ്. അതിന് മുകളിലേക്ക് റോഡ് ടാക്സും ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 19.2 kWh ബാറ്ററി പാക്കുണ്ട്. ആ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന 15 വർഷം അല്ലെങ്കിൽ ലൈഫ് ടൈം ബാറ്ററി പാക്ക് വാറണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 19.2 kWh ബാറ്ററി പാക്കിൻ്റെ ഒരു സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 226 കിലോമീറ്റർ 227 നമ്മൾ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 150, 160 തീർച്ചയായിട്ടും 170 തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഓടിച്ചാൽ
ലഭിക്കാവുന്നതാണ്. പക്ഷേ 24 kWh ബാറ്ററി പാക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 285 കിലോമീറ്ററാണ് അവർ റേഞ്ച് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 220 230 തീർച്ചയായിട്ടും ലഭിക്കും. ഇതൊക്കെ ഓടിക്കുന്ന സാഹചര്യം അനുസരിച്ചും അത് മാത്രമല്ല വാഹനം ഏത് ടെറൈനിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ റേഞ്ച് ആങ്സൈറ്റി മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഈ 19.2 kWh ബാറ്ററി പാക്കിന് പകരം ഒരു 25 kWh ബാറ്ററി പാക്കും 30 kWh ബാറ്ററി പാക്കുമായിട്ട് എൻഹാൻസ് ചെയ്തെങ്കിൽ, അത്യാവശ്യം നല്ല ഒരു പ്രൈസിൽ ഈ ഒരു വാഹനം ഇറക്കിയെങ്കിൽ നല്ല ഒരു ഡീലായി മാറിയേനെ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 240 ലിറ്ററിനടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ അലോയ് വീൽസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 14 ഇഞ്ചാണ്. ടോപ്പ് എൻഡിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫാൻസി ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. അത് ടാറ്റയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ ഓൺ ആൻ ആവറേജ് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് എഴുതി മോശം എന്നുള്ളതല്ല. നമ്മൾ കാലം മാറുന്നതനുസരിച്ചിട്ട് ഇപ്പം ഒരു പാനൽ ഗ്യാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിക്കോട്ടെ, അതിന് ആ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടൊന്ന് നല്ല രീതിക്കൊന്ന് ഒരു ആറാണ്ടി ചെയ്ത് നല്ല വൃത്തിക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നേനെ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ അതെല്ലാം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ടാറ്റ .ev എന്നുള്ള അത്തരം ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഒരു പുതുമ തോന്നത്തക്ക രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി കൂട്ടി എന്നുള്ളതാണ്. 20% മുതൽ 80% വരെ 35 അപ്രോക്സിമേറ്റ്ലി ഒരു 35 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ചാർജ് ചെയ്തെടുക്കാൻ കഴിയും. അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മറ്റൊരു കാര്യം പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ എസ്തെറ്റിക് സെൻസ് കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ റിയൽ വേൾഡ് റേഞ്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വാഹനം ഓടിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇലക്ട്രിക് വാഹനം 2 വ്യക്തികൾ ഓടിക്കുമ്പോൾ ഒരു സെയിം ടെറൈനിൽ സെയിം സാഹചര്യത്തിൽ 2 വ്യക്തികൾ ഓടിക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള റേഞ്ച് ലഭിക്കുന്ന സാഹചര്യങ്ങൾ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ശൈലി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു വാഹനത്തെ കൈകാര്യം ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കുറച്ചും കൂടെ ഒരു നല്ല അച്ചടക്കമുള്ളൊരു ഡ്രൈവറായി മാറാൻ അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്ന ആളായിട്ട് മാറാനായിട്ട് ഇലക്ട്രിക് കാറുകൾ നമ്മളെ ഫോഴ്സ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി 2026 ജൂൺ 5 അതായത് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഫ്ലെക്സ് ഫ്യൂവൽ കാർ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സാർ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇപ്പം മാരുതി സുസുക്കിയുടെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുകയാണോ എന്നുള്ളതൊന്നും യാതൊരുവിധ കൺഫർമേഷനും കമ്പനിയുടെ ഭാഗത്തുനിന്നില്ല. ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിനോട് ആഡ് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമായിട്ടും പെട്രോളിൽ ഓടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനെ ECUയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി, ഫ്യൂൽ ലൈനിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട്, ഇഞ്ചക്ടറിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ഫ്ലെക്സ് ഫ്യൂവൽ 100% എഥനോളിൽ ഓടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ 85% വരെയുള്ള എഥനോൾ കലർത്തിയ പെട്രോളിൽ ഓടത്തക്ക രീതിയിൽ അതിനെ മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും കലോറിക് വാലിയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇത്തരം എൻജിൻ പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എത്തനോളിനൊരു ഹൈഗ്രോസ്കോപ്പിക് നേച്ചറുണ്ട്. അത് ഓടാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ വലിച്ചെടുത്ത് നിങ്ങൾ ഈ പെട്രോൾ ടാങ്കെന്ന് ഇനി പറയാൻ കഴിയില്ല. കാരണം എത്തനോൾ ടാങ്കിനകത്ത് തീർച്ചയായിട്ടും ജലാംശം കൂടുതലുണ്ടാകുകയും അത് തുരുമ്പിന് കാരണമാകുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് കാറോ അല്ലെങ്കിൽ പെട്രോൾ കാറോ അതല്ലെങ്കിൽ ഡീസൽ കാറോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു EV കാറോ CNG ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം മേടിക്കുക. അതൊരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നമ്മൾ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് വാഹന ബൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാഹനം ബൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൺസ് ഒരു വാഹനത്തിൽ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്താൽ അത് വിൽക്കുമ്പോൾ കാര്യമായിട്ടുള്ള നഷ്ടം വരും. അത് ഇമ്മീഡിയറ്റ്ലി വിറ്റാൽ പോലും 10% കുറയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഒരു വാഹനം മേടിക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും വളരെ നല്ല രീതിക്ക് പഴയ കാറുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള എഥനോൾ കലർത്തിയ പെട്രോൾ മാത്രം അവൈലബിൾ ആകുന്നൊരു സന്ദർഭം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.